നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സീനിയർ സിറ്റിസൺ ഫോറം കക്കാട് യൂണിറ്റിന്റെയും കക്കാട് സേവാ സമാജം ലൈബ്രറി ആൻഡ് വായനശാലയുടെയും നേതൃത്വത്തിൽ ഈ മാസം 22-ന് മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 22-ന് എടച്ചവ ഓണ്ടേൻപറമ്പ് ശ്രീ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ക്യാമ്പിൽ മംഗലാപുരത്തെ ഫാദർ മുള്ളേഴ്സ് ആൻഡ് എനപ്പോയ ഹോസ്പിറ്റലുകളിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് എത്തും. ACP രത്നകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വലിയവരാണ് ഇവരിൽ ചെറിയൊരു ശതമാനത്തിന് സ്വന്തം കുട്ടികൾ വൈദ്യപരിശോധനക്കും മറ്റുമായി അയക്കുവാൻ തരപ്പെടുന്നുള്ളൂ. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്. ബസി ജീവിതത്തിൽ അവർക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, വയോജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വയോജനങ്ങളും സ്വന്തമായി തന്നെ ഡോക്ടർമാരെയോ ചികിത്സാ സൗകര്യങ്ങൾ തേടിപ്പോകേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മൾ കണക്കിലെടുത്ത് ആണ് ഈ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ പലവർക്കുമുള്ള ഒരു വിശ്വാസമുണ്ട്, കണ്ണൂരിലെ ഡോക്ടർമാരൊന്നും നോക്കിയാൽ ശരിയാവില്ല, ഒന്നും മംഗലാപുരത്തിൽ എന്നാരെങ്കിലും കാണിച്ചിട്ടെങ്കിലോ ചില നമ്മളെപ്പോലെയുള്ള വയോജനങ്ങളുടെ ആഗ്രഹമാണ്. അതെല്ലാം സബലീകരിക്കാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരത്തെ 2 പ്രശസ്ത ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ നമ്മൾ സമീപിക്കുകയുണ്ടായി. ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലും എനാപ്പായ കോളേജ് ഓഫ് മെഡിസിൻ അവർ സന്തോഷപൂർവ്വം അവരുടെ ചില ഡോക്ടർമാരെ ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് അയക്കാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കക്കാട് സമീപവാസത്തിലുള്ള ജനങ്ങൾക്കെല്ലാം വരാൻ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് കക്കാട് എടച്ചൊവ്വ ഒണ്ടേംപറമ്പ് ഈ 3 സ്ഥലത്തെയും ഈവൻ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം അകലമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എടച്ചൊവ്വ ഓണ്ടേൻപറമ്പ് ശ്രീ മുത്തപ്പ ക്ഷേത്ര പരിസരത്തെ ഹാളിലാണ് ക്യാമ്പ് നടക്കുക. രാവിലെ 8-ന് കണ്ണൂർ ACP TK രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും. മംഗളൂരുവിലെ പ്രസിദ്ധമായ ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്, എനപ്പോയ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത്. 5 ഡോക്ടർമാരാണ് ക്യാമ്പിൽ പരിശോധന നടത്തുക. 1000-ഓളം പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ V രാമചന്ദ്രൻ, കാരായി ദിവാകരൻ, TC അരവിന്ദാക്ഷൻ, സേവാ സമാജം സെക്രട്ടറി V സുരേന്ദ്രൻ, ക്യാമ്പ് കോർഡിനേറ്റർ നിതിൻ കണ്ണോത്തഞ്ചാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.